അതിന് ഞാനാരെ ബുദ്ധിമുട്ടിച്ചെന്നോ? ചിക്കുമോനെ തന്നെ. അവൻ സ്റ്റേജിൽ കയറി പ്രൈസ് വാങ്ങുമ്പോ അവനെ എൻകറേജ് ചെയ്യാൻ അവന്റെ അടുത്ത് നീ ഉണ്ടായിരുന്നില്ലല്ലോ. അത് ശരിയാണോടാ? നീയും മേഘ ഉണ്ടാവേണ്ടതല്ലായിരുന്നു. അവന്റെ വിഷമമല്ലോ നീ കണ്ടോ? അപ്പൊ മേഘ അവിടെ ഇല്ലായിരുന്നോ? ഞാൻ മേഘയോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. നീ പറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നീ അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമല്ലായിരുന്നോ? ഫാദേഴ്സ് ഡേ ആന്നും പറഞ്ഞ് അവന്റെ ഒപ്പം പോയത് പിന്നെ എന്ത് മലമറിക്കാനായിരുന്നു? എന്നിട്ട് ചിക്കു എവിടെ? അവിടെ ഉണ്ട്, വിഷമിച്ചിരിക്കുക കൊച്ച്. എടാ ചിക്കു, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ പ്രൈസ് അടിച്ചു മാറ്റിയാണ് പോകുന്നതല്ലേ? ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ഈ പ്രൗഡ് ഫീലിംഗും കൺഗ്രാറ്റുലേഷൻ പറച്ചിലും സ്കൂളിൽ പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അംഗീകരിച്ചേനെ. സോറി ചിക്കു, ഒരു അത്യാവശ്യം ആയതുകൊണ്ടാ എനിക്ക് പോവേണ്ടി വന്നത്. പപ്പയ്ക്ക് അത്യാവശ്യമായത് കൊണ്ടായിരിക്കും പപ്പ എവിടെ നിന്ന് പോയത്. അമ്മ എന്താ വരാതിരുന്നേ? അമ്മയും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രൈസ് വാങ്ങുന്ന സമയത്ത് സ്കൂളിലെ എല്ലാവരും കൈയടിച്ചായിരുന്നു. പപ്പയും അമ്മയും മാത്രമില്ല. അമ്മേ, എന്നിട്ട് മേഘ എവിടെ? അമ്മേ, സ്കൂളിൽ നിന്ന് വന്ന് കയറിയപ്പോ തൊട്ട് മുറി അടച്ചതിനകത്ത് ഇരിക്കുകയായിരുന്നു. എന്ത് ചോദിച്ചിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല. എത്ര വട്ടാന്ന് വെച്ചാ ഞാനും ഓരോന്ന് ചോദിക്ക. ശരിയെന്നാ ഞാൻ ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. മേഘ, ചിക്കു പ്രൈസ് വാങ്ങുന്ന സമയത്ത് താനെന്താ അവന്റെ അടുത്ത് ഇല്ലാതിരുന്ന്? ജോലി ഉണ്ടായിരുന്നോണ്ടല്ലേ ഞാൻ പോയത്. താൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നിട്ടും താനും ഞാനും ഇല്ലായിരുന്നിട്ട് ചിക്കുനത് വല്ലാതെ സങ്കടപ്പെടുത്തി മേഘ. 4 ആളുണ്ടെങ്കിൽ അവിടേക്ക് താൻ വരില്ല. ആരെയും പരിചയപ്പെടാനും താല്പര്യമില്ല. എല്ലാവരിൽ നിന്നും അകന്ന് കഴിയണം. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. തനിക്ക് ജീവിതം തന്നെ വല്ലാത്തൊരു പ്രശ്നമായിട്ട് തീർന്നിരിക്കുകയാണോ? തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലടോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അർജുൻ പലപ്പോഴും നീലാകാശം ശ്രദ്ധിച്ചിട്ടില്ലേ? ഭൂമിക്ക് മുകളിൽ ഒരു കൂരയുണ്ടാക്കി അതിൽ നീലവർണ്ണം പൂശിയതുപോലെയല്ലേ തോന്നുക? പക്ഷെ സത്യത്തിൽ അവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ലല്ലോ. ചില ജീവിതങ്ങൾ അങ്ങനെ അർജുൻ, നീലാകാശം പോലെ മറ്റുള്ളവരുടെ കണ്ണിൽ കാണുന്നതൊന്ന്, സത്യത്തിൽ അവിടെ ഉള്ളത് മറ്റൊന്ന്. ഈ ഫിലോസഫിയൊക്കെ എനിക്കും അറിയാം മേഘ. തന്റെ ജീവിതത്തില് മറ്റാർക്കും ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. തന്റെ കഴിഞ്ഞ കാലം മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തവുമായിരിക്കാം. പക്ഷെ ആ എരുതിയിൽ വീണുകൊണ്ട് ഇങ്ങനെ നീറുന്നതെന്തിനാ? തനിക്കതിന്ന് പുറത്തു കിടക്കാനായിട്ട് ആഗ്രഹമില്ലേ? എങ്ങനെയെങ്കിലും തനിക്ക് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിക്കൂടെ? ഇങ്ങനെ പിടഞ്ഞു പിടഞ്ഞു തീരാനാണ് എന്റെ വിധി. അത് ഞാൻ ജനിച്ചപ്പോഴേ ഭഗവാൻ എഴുതി കഴിഞ്ഞതാ. എനിക്ക് ആ വഴിയിലൂടെ നടക്കുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനെയൊന്നും അല്ല മേഘ. ഇതൊക്കെ ദൈവം എന്റെ തലയിൽ എഴുതിയിരിക്കുന്നതാ. ആ തലയിലെഴുത്തി ഞാൻ സ്വമനസ്സ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്വയം സഹതിപ്പിക്കാതിരിക്കൂ. ഇന്നുവരെ ഞാൻ തന്നോട് തന്റെ ഭൂതകാലം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടേ ഇല്ല. തനിക്ക് തന്ന വാക്ക് ഞാൻ ഇന്നേ വരെ പാലിച്ചിട്ടുണ്ട്. എന്നാ ഇപ്പൊ എനിക്ക് തന്നോട് ചിലതൊക്കെ ചോദിച്ചേ മതിയാവും. സത്യത്തിൽ താൻ ആരാ? താൻ എവിടെ നിന്നാണ് വന്നത്? കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതം ഒരു കടങ്കഥയാക്കിക്കൊണ്ട് എന്തിനാ ഇങ്ങനെ ഒരു അജ്ഞാതവാസം നടത്തുന്നത്? തന്റെ കഴിഞ്ഞ കാലം എത്രമാത്രം പ്രശ്നങ്ങൾ നിറഞ്ഞതായാലും അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായാലും എനിക്കതൊരു പ്രശ്നമല്ല. തന്റെ സന്തോഷം മാത്രമാണ് എനിക്ക് വലുത്. തന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ എന്നെ കൊണ്ട് സാധിക്കുകയാണെങ്കിലോ? അതിനെല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം അറിയണ്ടേ? എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ മനസ്സിലൊതുക്കി വിങ്ങിപ്പൊട്ടി കഴിയുന്നത് കൊണ്ട് അതൊരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കേയുള്ളൂ.
തന്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അത് എന്നോട് പറ. അർജുൻ, എനിക്ക് വിശ്വാസം ഒരു നാളൊരു മേഘവിസ്ഫോടനം ഉണ്ടാവും. അന്ന് ആ മഴത്തുള്ളികൾ നിലത്ത് പതിച്ചല്ലേ മതിയാവൂ അർജുൻ. അങ്ങനെ ഒരു അവസരം നമുക്കിടയിൽ ഒരു നാളുണ്ടാവും. അന്ന് എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അർജുനോട് തുറന്നു പറയും. അങ്ങനെ ഒരു സന്ദർഭം ഒത്തുവരുന്നത് വരെ അർജുൻ എന്നോടൊന്നും ചോദിക്കരുത്. ഒന്നും പറയാൻ എന്റെ മനസ്സ് പാകപ്പെട്ടിട്ടുമില്ല. അർജുൻ, ഈ പെണ്ണിന്റെ കാര്യം എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ പാവം പെണ്ണ, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ. എന്നാലും സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം അവളൊന്നും പറയുന്നില്ല. എവിടുന്ന് വന്നു എന്ന് പോലും നമുക്കറിയില്ല. ഇത്രയേറെ ഗുരുതരമായ എന്തു പ്രശ്നമാണ് അവൾക്ക്? അവളുടെ കഴിഞ്ഞകാല ജീവിതം ഈ മംഗലാപുരത്ത് തന്നെയാണെന്ന് മനസ്സിലായി. അവളുടെ ഓർമ്മകളെല്ലാം ഈ നഗരത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അവളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും ഇവിടെയുള്ള മനുഷ്യരുമായിട്ടാണ് ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത്. ഇന്ന് ഈ നിമിഷം വരെ മേഘയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് അവളുടെ കഴിഞ്ഞ കാലം ചികഞ്ഞ് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുക. ഇനിയും അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വിഡിതാവും. ഇനി അങ്ങോട്ട് അവളുടെ രഹസ്യങ്ങൾ അറിയാനാവും എൻ്റെ ഓരോ ശ്രമവും. അവൾ ആരാണെന്നുള്ളത് എനിക്കറിയണം. ഈ നഗരവുമായിട്ടുള്ള അവളുടെ ബന്ധം അറിയണം. ഒരു കാര്യം ഉറപ്പാ, അവളുടെ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യരെയും ഈ കുറഞ്ഞ സമയം കൊണ്ട് അവൾ പലവട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അവരൊക്കെ ആരാണെന്ന് കണ്ടുപിടിച്ചാലേ മേഘയുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണും. അച്ഛാ, ഇത് രണ്ടും ഇവിടെ വെച്ചാൽ നല്ല രസമല്ലേ? ആ, നന്നായിട്ടുണ്ട് ചക്കി. ഇവിടെ ഒരു രസമില്ല. ഇങ്ങനെ വെച്ചിട്ട് സുഖമില്ല. ഇപ്പൊ അടിപൊളിയായി. ചക്കി, പ്ലേസ് ഇങ്ങനെ മാറ്റി വെച്ചതുകൊണ്ട് മാത്രം പ്രൈസിന്റെ വാല്യൂസ് മാറുന്നില്ല. അതെവിടെ വെച്ചാലും വാല്യബിളാ. അത് എനിക്ക് കിട്ടിയ പ്രസന്റ് അല്ലേ? ഇങ്ങോട്ടേക്ക് വരുന്നവർക്കൊക്കെ വന്ന് കേറിയ തന്നെ കാണണ്ടേ? കൊള്ളാലോ. ഇവിടെ ഇരിക്കുന്നതല്ലേ എനിക്ക് കിട്ടിയതാ. പക്ഷെ ഞാൻ ഇന്ന് വരെ ആരുടെ മുമ്പിൽ പബ്ലിസിറ്റി ചെയ്തിട്ടില്ല. പബ്ലിസിറ്റി ചെയ്യണോ അച്ഛാ? അപ്പോഴല്ലേ അച്ഛാ നമുക്ക് എത്ര പ്രൈസസ് കിട്ടിയെന്നും നമ്മളെ എത്ര പേര് ആദരിച്ചെന്നും നമ്മൾ എവിടം വരെ വളർന്നെന്നൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കൂ. ചക്കി, എന്തോ അടി, എന്റെ ചെറുക്കൻ എങ്ങനെ ജീവിക്കണമെന്ന് നീ അവനെ പഠിപ്പിക്കാൻ തുടങ്ങിയോ? പിന്നല്ലാണ്ട് അച്ഛമ്മ, ഇന്നത്തെ കാലത്ത് സെൽഫ് പ്രൊമോഷൻ ഇമ്പോർട്ടന്റാ. അത് അച്ഛമ്മ പഠിപ്പിച്ചു കൊടുക്കാത്തോണ്ടല്ലേ? നീ ഇത് കേട്ടല്ലോ. 2 പ്രൈസ് കിട്ടിയപ്പോഴേക്കും നിന്റെ മോളുടെ കാലും നിലത്തൊന്നുമല്ലല്ലോ. അപ്പോഴേക്കും പറക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങ് പിറക്കി കളയല്ലേ അച്ഛമ്മ. ഇനി ഇതുപോലെ ഒത്തിരി പ്രൈസ് ഞാൻ വാങ്ങിക്കും. അതിനുവേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെടുകയും ചെയ്യും. ഈ 2 പ്രൈസും നീ തന്നെ കഷ്ടപ്പെട്ട് കിട്ടിയതല്ലല്ലോ. എന്റെ മോൻ നിന്നെ എടുത്തോണ്ട് കഷ്ടപ്പെട്ട് ഓടിയതുകൊണ്ടാ ഇത് കിട്ടിയത്. ഹലോ, അരുണിമ മാലിന്യ വേണം. അതൊക്കെ ശരി തന്നെയാ. പ്രൈസിന്റെ പകുതി ക്രെഡിറ്റ് മാഡത്തിന്റെ മോന് തന്നെ ഞാൻ കൊടുത്തോളാം. അച്ഛാ, താങ്ക് യു സോ മച്ച് അച്ഛാ. താങ്ക്സ് എന്തിനാ? എന്നെയും ചിക്കുവിനെ എടുത്തോണ്ട് അച്ഛൻ എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയേ. അതുകൊണ്ടല്ലേ എനിക്കും ചിക്കുവിനും പ്രൈസ് കിട്ടിയേ. അതിനാ താങ്ക്സ്. അവനവന്റെ അച്ഛൻ വരാത്തതിന്റെ വിഷമായിരുന്നല്ലോ. അവന്റെ വിഷമം കണ്ടപ്പോ ഇവിടെ ഒരാൾക്കും വിഷമായി. ആ, നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്കും അവനോടൊരു സഹതാപം തോന്നിയതേ ഉള്ളൂ. പാവോ ചിക്കു അച്ഛാ. ചിക്കു പ്രൈസ് വാങ്ങിക്കുമ്പോ അവന്റെ അമ്മയില്ലായിരുന്നു. അവന്റെ കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. പിന്നെ സങ്കടം വരില്ലേ? കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അവർ കുട്ടികളെ വളർത്തുന്നേ? ആ സ്ത്രീക്കെങ്കിലും ഒന്ന് ഫംഗ്ഷന് വരായിരുന്നു. അത്രയ്ക്കുള്ള കോമൺ സെൻസ് ഒക്കെ കാണുള്ളൂ അവർക്ക്. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. ചിക്കുവിന്റെ അമ്മ ഒത്തിരി ഒത്തിരി നല്ല അമ്മയാ.
എന്നോട് ചിക്കുന്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാ. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും, നല്ല കഥകളൊക്കെ പറഞ്ഞു തരും. ഉം. എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ പോലെ തന്നെ എന്നെ നോക്കിയേനെ. നീ പറയുന്ന ഈ പെരുമകളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഇന്ന് വരെ ചിക്കുനെ അവർ സ്കൂളിൽ കൊണ്ടുവിടുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അവരെങ്ങനെയാ ഇരിക്കുന്നതെന്ന് പോലും ആർക്കും ഇവിടെ അറിയില്ല എന്നുള്ളതാ. ഓ, ചിക്കുവിന്റെ അമ്മേനെ അച്ഛൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അല്ലേ? അതിനെന്താ, ഞാൻ കാണിച്ചു തരാലോ. ഉം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് നമ്മുടെ ചിക്കുവിന്റെ വീട്ടില് ഹോം ടൂർ നടത്താൻ പോവാ. ദേ ഇതാണ് ഞങ്ങളുടെ ഗ്രാനി. എല്ലാരോടും ഹായ് പറഞ്ഞേ. ദേ ഇതാ ഞങ്ങളുടെ അർജുൻ അങ്കിൾ. ഇങ്ങോട്ടേക്ക് വന്നേ. മിഥുൻ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മഞ്ജരി? ചക്കി, നീ അകത്തേക്ക് പോ. ചക്കി അവിടെ നിന്നാ നിനക്കെന്താ? നമുക്ക് മാറി നിന്ന് സംസാരിച്ചാ പോരെ? വാ. ഉം. അച്ഛമ്മ ഈ വീഡിയോ കാണുന്നില്ലേ? അച്ഛമ്മ ഇങ്ങോട്ട് നോക്ക്. എന്താ ആലോചിക്കുന്നേ? ഈ വീഡിയോ കാണ്. മഞ്ജരി അത്ര അത്യാവശ്യമായിട്ട് ഇതിനോട് എന്താ പറയാൻ പോകുന്നത്? അത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പൊ ഇല്ലല്ലോ. അച്ഛമ്മ ഇങ്ങോട്ട് നോക്ക്. ദേ വീഡിയോ കാണ്. അച്ഛമ്മ വീഡിയോ പിന്നെ കണ്ടോളാം. നീ എന്തോ പറയണമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിന്നാൽ എങ്ങനെയാ? ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലെന്നറിയാം. അതാ പറയണോന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചത്. മഞ്ജരി, പറയാൻ വന്ന കാര്യം നേരിട്ട് അങ്ങോട്ട് പറ. ചുമ്മാ ഇങ്ങനെ വളച്ചു കേട്ടാതെ. ശരി മിഥുൻ, ഒരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. അതിന് കൃത്യമായി ഉത്തരം കിട്ടണം എനിക്ക്. എന്താ മഞ്ജരി? ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താ? വാട്ട് യു മീൻ? ഈ വീട്ടില് ഞാൻ ആരാണെന്ന്. മഞ്ജരി, ഇപ്പഴാ നീ വഴിക്ക് വന്നത്. വിവരം കെട്ട ചോദ്യങ്ങൾക്ക് ഇത്രയും കൈയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയമ്മേ. അതെന്താ മിഥുൻ, നീ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? സത്യത്തിൽ ഉത്തരം മുട്ടിപ്പോയെന്ന് പറഞ്ഞാ പോരെ? കൊറേ കാലങ്ങളായല്ലോ ഞാൻ നിന്റെ ഈ ബിഹേവിയർ കാണാൻ തുടങ്ങിയിട്ട്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്തി കാണിക്കാന്ന് പറയും. വാട്ട് ഈസ് ദിസ് നോൺസെൻസ് മഞ്ജരി? എന്നാ പറയും മിഥുൻ, മഞ്ജരിക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനം? ഈ വീട്ടിൽ അവൾ ആരായിട്ടാ പരിഗണിക്കപ്പെടുന്നത്? വെറുതെ കാര്യമായിട്ട് എത്ര കാലം കഴിയും അവള്? ഫ്രണ്ടാണെന്ന് അങ്ങ് തീർത്ത് പറയാൻ പറ്റുമോ? എന്നാൽ പ്രണയിനിയാണെന്ന് ഉറപ്പിക്കുന്നോ ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും നീ അവളെ കല്യാണം കഴിക്കുമോ? സത്യം പറയാണെങ്കിൽ ഏത് വകുപ്പിൽ എത്ര കാലെന്ന് വെച്ചാ ഈ വീട്ടിൽ താമസിക്കുക? എന്ത് പ്രതീക്ഷയിലാണ് അവൾ അവളുടെ ജീവിതം തുടരേണ്ടത്? മിഥുൻ, ഒരു കാലത്ത് നമ്മൾ രണ്ടുപേരും എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നവരാണെന്ന് ഓർമ്മയില്ലേ? കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് എന്നെ മാത്രമാണെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ മേഘന വന്നതോടുകൂടി
എല്ലാം തല കീഴും അറിഞ്ഞുപോയി. ഇന്നിപ്പോ നമ്മൾ രണ്ടുപേരും ജീവിതം ഇല്ലാതെ നിൽക്കുകയല്ലേ. അതൊക്കെ പോട്ടെ, മേഘന മരിച്ചതിന് ശേഷമെങ്കിലും നീ എന്നെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു. അതിനും നീ തയ്യാറായില്ല. ഇപ്പോഴാണെങ്കി ആ ചക്കിയെ കാരണം കാണിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് നീ മറന്നിരിക്കുന്നു. നാളെ നിന്റെ ജീവിതത്തിലേക്ക് മറ്റാരെങ്കിലും വരും. അതെന്തിനാ അവിടെ വരെ? വീണ്ടും ഒരുപക്ഷെ ആ മേഘന തിരിച്ചു വരികയാണെങ്കിലോ? മഞ്ജരി, ഇല്ലാത്തൊരാളെ കുറിച്ച് ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു സംസാരം? നീ നിന്റെ കാര്യം എന്താണെന്ന് മാത്രം സംസാരിക്കുക. ശരി, നീ പറ മിഥുൻ. ഓരോ സമയത്ത് ഓരോരുത്തരുടെ പേരും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ എന്നെ തനിച്ചാക്കാനാണോ നിന്റെ പ്ലാൻ? അപ്പൊ ഞാൻ നിന്നെ പ്രണയിച്ചതിന് ഒരു വിലയില്ലെന്നാണോ? മഞ്ജരി, എന്തിനാ ഇത്രയൊക്കെ ചോദിക്കുന്നത്? ചോദിക്കാനുള്ള കാര്യം നേരിട്ട് അവന്റെ മുഖത്ത് നോക്കി ചോദിക്ക്. മിഥുൻ, ഇനിയെങ്കിലും നീ എന്റെ കഴുത്തിൽ ഒരു നൂല് ചാർത്തി തരൂ. എന്നെ നിന്റെ ഭാര്യയെ സ്വീകരിക്കൂ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലല്ലോ. മഞ്ജരി പ്ലീസ്, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഇനി എപ്പോഴാ മിഥുൻ? നാളെ നാളെ നീളെ നീളെന്ന് പറഞ്ഞ് ഇത്രയും നാളെ നീ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴെങ്കിലും രണ്ടിലൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നീ എപ്പോഴും ഓർമ്മിച്ചോ മിഥുൻ, ഒന്നുമല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടായാ അങ്ങനെ പോകുന്നത് ഉറപ്പായിട്ട് എന്റെ ശവം മാത്രമായിരിക്കും. നീ ഇല്ലാണ്ട് ഈ ലോകത്ത് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല മിഥുൻ. മഞ്ജരി, നീ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയതുകൊണ്ട് ഒന്നും ഒരു കരയ്ക്കും അടുക്കാൻ പോകുന്നില്ല. ഇങ്ങനെ നിർത്തി പൊരിപ്പിച്ചുകൊണ്ട് നിന്നോടുള്ള സഹതാപം പോലും ചിലപ്പോ നിനക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പൊ ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പിന് ആന്റി പറയുന്ന ഉത്തരമാണ് ഇത്. ഇത്രയും കാലത്തെ എന്റെ സ്നേഹത്തിന് നിങ്ങൾ തരുന്ന ബഹുമതിയാണല്ലോ ഇത്. മഞ്ജരി, ആലോചിച്ച് ശരിയായൊരു തീരുമാനത്തിലേക്ക് എത്താൻ എനിക്ക് കുറച്ച് നാളുകൂടി വേണ്ടി വരും. ഇനിയും എത്ര നാള് വേണം മിഥുൻ നിനക്ക്? നിനക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന് ജീവിതത്തിൽ എന്തെല്ലാമാണ് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞൂടെ? നിന്റെ കൈകൊണ്ട് ഒരു നൂല് ചാർത്താൻ കഴിയാതെ ഒരു അർത്ഥശൂന്യമായ ജീവിതമായി എത്ര നാളായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. പ്ലീസ് മഞ്ജരി, എന്നെ ചൂഴ്ന്നിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നിനക്ക് നന്നായിട്ടറിയാം. യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതം ഞാനിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നേ. ഇങ്ങനൊരു അവസ്ഥയിൽ സ്നേഹമോ കല്യാണം എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു ജീവിതം കൂടി എനിക്ക് നശിപ്പിക്കണ്ട. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും കേൾക്കണ്ട. എനിക്ക് നിന്റെ സ്വന്തം ആവണം. നിന്റെ സ്നേഹം വേണം. എനിക്ക് നിന്റെ ഭാര്യയായി ജീവിക്കണം. മഞ്ജരി, നിന്റെ ചോദ്യങ്ങൾക്കും എന്റെ മനസ്സിലെ കൺഫ്യൂഷൻസിനും കാലം തന്നെ നാളെ നല്ലൊരു ഉത്തരം കണ്ടെത്തേണ്ടി വരും. അങ്ങനെ ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാൻ നിവൃത്തിയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചാടിയിട്ടൊരു കാര്യമില്ല. പക്ഷേ ഡോണ്ട് വറി, നിന്റെ ജീവിതം സെറ്റിലാവും, അതുറപ്പാ. മഞ്ജരിയുടെ കാര്യത്തിൽ മിഥുൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് മേഘനയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കണ്ടെത്തണം. അവള് ജീവനോടെ ഉണ്ടെങ്കിൽ അവളെ എനിക്ക് തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. സത്യാവസ്ഥ അറിയാൻ ഭാർഗവ പണിക്കർ ഒന്നുകൂടെ കാണണം. അവളെ കണ്ടുപിടിക്കാൻ എന്താ വഴിയെന്ന് ചോദിക്കണം.